ഈ പറയാനുള്ള കാരണം ഈ നാല് പില്ലറിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഈ ഗ്രില്ലായിട്ടുള്ള സ്ഥലത്തെ 2 പിരിയൻ തൂണുകളുണ്ട്. അങ്ങനെ 8 പിരിയൻ തൂണ്. പിന്നെ പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട സന്ധ്യസിമ ഈ സ്ഥലത്ത് അവിടെ 2 പിരിയൻ തൂണുണ്ട്. പിന്നെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സാക്രിസ്റ്റിക്കകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ബസിലിക്കയിൽ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന ആ പിരിയൻ കൽത്തൂണുകൾ 12 എണ്ണവും ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ റീയൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ 46 പില്ലേഴ്സ് പലയിടങ്ങളിൽ. അപ്പം ഞാൻ എൻ്റെ ഒരു റിസർച്ച് പേപ്പർ പോലെ എഴുതിയത് ഈ 12 എണ്ണം ഐഡൻറ്റിഫയബിൾ ആയിട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയായിരുന്നു. ഈ 4 സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെലിക്കുകൾ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരെണ്ണം ലോങ്കിനോസിൻ്റെ കുന്തം എന്ന് പറഞ്ഞാൽ ഈശോയെ കുത്തിയ കുന്തം. പിന്നെ ഈ ഹെലന രാജ്ഞി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ്. വിശുദ്ധ ഹെലന രാജ്ഞിയാണ് അവിടെ പോയി പലസ്തീനയിൽ പോയി ഈശോയുടെ കുരിശ് കണ്ടുപിടിച്ചെടുത്തത്. ആ കുരിശിൻ്റെ റെലിക്കും ഈശോയെ കുരിശ് തറച്ച ആണികളുടെയും ഇതിൻ്റെയൊക്കെ റെലിക്കാണ് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ വെറോനിക്ക തുടച്ചു എന്ന് പറയുന്ന തുണിയാണ്, തുവാലയാണ് ആ ഒരു റെലിക്ക്. പിന്നെ ഒരെണ്ണം സെൻറ്റ് ആൻഡ്രൂവിൻ്റെ തലയോട്ടി. ഇതിൻ്റെ 2ൻ്റെയും നടുക്ക്, ഈ 4 എണ്ണത്തിൻ്റെയും നടുക്കായിട്ട് സെയിൻറ്റ് പീറ്ററിൻ്റെ തന്നെ റെലിക്ക്.